നമസ്കാരം. കേരള വിഷൻ ചാനൽ അവതരിപ്പിക്കുന്ന ബിസിനസ് സ്റ്റാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്താണ്. ഭൂപ്രകൃതി കൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു സ്ഥലമാണിവിടെ. ഇവിടെ കാർഷിക രംഗത്തും ബിസിനസ് രംഗത്തും ഒരുപാട് മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു ദാനം, ഒരു സമ്പത്താണ് ഇവിടുത്തെ അതിമനോഹരിതയിൽ എത്തിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൃഷിക്കാരനായി ജീവിതം ആരംഭിച്ച് പ്രവാസിയിലൂടെ ഗൾഫ് ജീവിതത്തിലൂടെ നേടി ഇവിടെ വന്ന് ടെക്സ്റ്റൈൽ വ്യവസായ രംഗത്ത് തൻ്റേതായ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായി മാറിയ ശ്രീ അസീസ് മേക്കാടൻസ്, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. വളരെ സന്തോഷം തോന്നുന്നു സാറ് തന്നെ നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിന് കിട്ടുക എന്നുള്ളത് തന്നെ. ഇന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു കൃഷി രംഗത്താണ് ആദ്യമായി കടന്നു വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് മാതാപിതാക്കളെ കുറിച്ചൊന്ന്. വാപ്പയ്ക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. കൃഷി തന്നെയായിരുന്നു? അല്ല, ബിസിനസ്സുകാരനായിരുന്നു. എന്ത് ബിസിനസ്? മലഞ്ചരക്ക് കട ഉണ്ട്. മലഞ്ചരക്കല്ല, പലചരക്ക് കടയും. അതിനുശേഷം ഹോട്ടലുണ്ടായിരുന്നു. ഹോട്ടലാണ് ഞങ്ങൾ മെയിൻ. ഹോട്ടൽ ബിസിനസ്സിലാണ് ഞങ്ങളുടെ ഫാമിലി. മേക്കാടൻസ് എന്ന് പറയുന്ന ഒരു ഫാമിലി നെയിമാണ്, ഹൗസ് നെയിമാണ്. ഓക്കെ. അപ്പോൾ വാപ്പ ബിസിനസ് രംഗത്ത് നേരത്തെ തന്നെ? വാപ്പ ബിസിനസ് ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് വാപ്പയ്ക്ക് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങളെ കൊണ്ട് നല്ലപോലെ പണിയെടുപ്പിക്കുമായിരുന്നു കൃഷി. ഞങ്ങളെ ബ്രദേഴ്സിന് എല്ലാവരെയും. അപ്പോൾ എത്ര അംഗങ്ങളാണ്? ഞങ്ങൾ 7 പേര്. 7 പേരിൽ ഒരു പെണ്ണും 6 ആണും. മൂത്തതാണ്? അല്ല, എൻ്റെ മൂത്തത് 3 പേര്, ഇളയത് 3 പേര്. അങ്ങനെ മിഡിലാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വാപ്പാക്ക് നിർബന്ധം ഉണ്ടായിരുന്നു മക്കളെ കൊണ്ട്? മക്കളെ നല്ല അധ്വാനശീലരാക്കാൻ ഒരുപാട്. ഞങ്ങളുടെ എന്ത് ഉയർച്ചയ്ക്കും ഞങ്ങളുടെ പുറകിൽ ഞങ്ങളുടെ വാപ്പയാണ്. അതിന് ഒരു കാരണം, ആ കാലഘട്ടത്തിലുള്ളൊരു നല്ല ഒരാളായിരുന്നു. ഫാദറായിട്ട് പറയല്ല, നാട്ടിലെല്ലാവർക്കും വളരെയധികം സത്യസന്ധനായ ഒരാളുടെ അങ്ങനെയുള്ളൊരു ഫാദറിൻ്റെ മക്കളായിട്ടാണ് ഞങ്ങളെല്ലാം വന്നത്. നമ്മളെ കഠിനാധ്വാനം ചെയ്യും സത്യസന്ധതയും നമുക്ക് മനസ്സിലാക്കി തന്നത് ഞങ്ങളുടെ ഫാദറാണ്, വാപ്പയാണ്. വാപ്പയിലൂടെയാണ് നമ്മൾ ഓരോ രംഗത്തും കടന്നു വരുന്നത്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് കൃഷിയിലേക്ക് വന്ന് ബിസിനസ് ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. ഫാദറിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഫാദറിൻ്റെ ഒരു പുറകിലുണ്ടാകുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ വീട്ടിൽ മറ്റുള്ളവരെക്കാളും എപ്പോഴും ഫാദറിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. വാപ്പയുടെ മരണസമയത്തും എല്ലാ അനുഗ്രഹവും കിട്ടിയ ഒരാളാണ് ഞാൻ. അതെ. ആ ഒരു മക്കളെ ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവര് തൊട്ട് സാമീപ്യത്തിൽ കിട്ടിയ ഒരാളായിട്ട് നല്ലൊരു അതൊരു ഏറ്റവും വലിയ ഒരു വിശ്വാസം. എൻ്റെ ജീവിത വിജയത്തിൽ എൻ്റെ കുടുംബം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ ബ്രദേഴ്സും എൻ്റെ ഫാമിലിയും എൻ്റെ ഫാദറിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രചോദനവും. കൃഷി രംഗത്ത് ആദ്യമായിട്ട് കിടക്കുന്നത് എങ്ങനെയായിരുന്നു? ഫാദറിന് നെൽകൃഷിയുണ്ട്, ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. അതാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാവരും ഓരോ ആളുകൾ 1 ഏക്കർ 2 ഏക്കർ വയലുകൾ പാട്ടത്തിനെടുത്തിട്ട് പഴയ കാലത്ത് 87-88 കാലഘട്ടത്തിൽ ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി തുടങ്ങി. ഇഞ്ചി കൃഷി തന്നെയാണ് മെയിനായിട്ട്. അതായിരുന്നു കൃഷിയിലെ തുടക്കം. അത് ആ കാലഘട്ടത്തിൽ 25 ലോഡ് 30 ലോഡൊക്കെ ഞാൻ കൃഷി ചെയ്ത് ഞാൻ നട്ട് വളർത്തിയ ഇഞ്ചി ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു ഇഞ്ചി കൃഷി ചെയ്യുന്ന ഏതൊരാൾക്കും 3 മാസം 4 മാസം കൊണ്ട് നമ്മളെ ഭാവി അങ്ങോട്ടാണ് അന്ന് തന്നെ മനസ്സിലാവും. അതാണ് ഇഞ്ചി കൃഷിയിലെ ഒരു ഗുണവും ദോഷവും. ഒരു 3 മാസം കൊണ്ട് നമുക്ക് അതിന്റെ ഒരു എത്ര നമുക്ക് പ്രോഫിറ്റ് ആണോ? പ്രോഫിറ്റിന്റെ അല്ല, പ്രോഫിറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഇത് നിലനിൽക്കുമോ അല്ലെങ്കിൽ നശിച്ചു പോകുമോ, കേടുണ്ടോ, അല്ലെങ്കിൽ വളർച്ച നല്ല ആരോഗ്യത്തോടെയാണോ വളർന്നു വരുന്നത്, ഈ ഒരു സെറ്റപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1000 രൂപ 2000 രൂപ, ഇന്ന് 3000-3500 രൂപ വരെ ചാക്കിന് വന്നു. 60 കിലോ ഇഞ്ചിക്ക്. അതെ, അന്നത്തെ കാലത്തും ഞാൻ ലക്ഷങ്ങൾ ആ പ്രായത്തിൽ എണ്ണിയ ഒരാളാണ്.
അന്ന് ഇഞ്ചി കൃഷി. എത്രാമത്തെ വയസ്സിലായിരുന്നു? ഒരു 19-20 വയസ്സ് ഇഞ്ചി സമയത്ത്. കൃഷി. യെസ് അതിനൊരു കാരണം എന്ന് പറയുന്ന വാപ്പ തന്നെയല്ലോ. യെസ് ശരിക്കും. കാരണം അന്ന് നമ്മളെ വളരെ ചെറുപ്പത്തിലെ യെസ് ഈ ലക്ഷ്യങ്ങൾ എണ്ണുമ്പോൾ മനസ്സിൽ ഓർക്കാറുണ്ട്. യെസ് കാരണം വാപ്പ നമ്മളെ അന്ന് അധ്വാനശീലരാക്കിയില്ലായിരുന്നെങ്കിൽ ഇല്ലെങ്കിലാവില്ല. ഒരിക്കലും നമുക്ക് ഞങ്ങളെ ഗ്രാമത്തിൽ തന്നെ ഞങ്ങളെ ഫാമിലി ശരിക്കും ഈ ഒരു സെറ്റപ്പിലാണ് ഏകദേശം ആൾക്കാരും.